Hello. Welcome to Market Discussion of the Day. Today, January 26, 2026, നമ്മുടെ റിപ്പബ്ലിക് ഡേ ആണ്. സോ ഹാപ്പി റിപ്പബ്ലിക് ഡേ. സോ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ബാച്ച് ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. രാത്രി 8:30 ഇന്ത്യൻ ടൈമിംഗ് 8:30 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരുപാട് ആൾക്കാർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ വളരെ കുറച്ച് ആൾക്കാരെയാണ് ആക്ച്വലി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ ഒരു ബാച്ചിൽ. സോ കാരണം ഇതൊരു പ്രീ റെക്കോർഡഡ് ക്ലാസ് ആണ്. അത് മാത്രമല്ല നമുക്ക് നമ്മളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് പോവുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം. ഇത് നിങ്ങൾ യൂട്യൂബിൽ നോക്കി നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഞാൻ ഓൾറെഡി അതിൻ്റെ കോഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എന്ത് ഡൗട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ക്ലിയർ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒരുക്കി തരിക എന്നുള്ളതാണ് ഞാൻ ബേസിക്കലി ഈ ഒരു ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഫ്രീ ആയിട്ട് കുറച്ച് ആൾക്കാർക്ക് കൂടെ ഒരു ഇതുണ്ട്. ഫ്രീ ആയിട്ട് ചെയ്യണ ഫോറക്സ് ട്രേഡിംഗ് ക്ലാസ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട്. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പക്ഷേ 7 ദിവസവും ക്ലാസ്സിൽ കയറാൻ പറ്റും എന്ന് ഉറപ്പുള്ള ആൾക്കാർ മാത്രം മെസ്സേജ് അയയ്ക്കുക എന്നുള്ളതാണ് എൻ്റെ റിക്വസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ അത് മാത്രമല്ല, ഈ ഒരു ക്ലാസ് കഴിയുന്നതിലൂടെ നമ്മുടെ ഒരു ഇൻഡിക്കേറ്ററും നമ്മൾ പരിചയപ്പെടുത്തുന്നതായിരിക്കും. സോ അതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളുമൊക്കെ എല്ലാ ദിവസവും കയറുന്ന ആൾക്കാർക്ക് മാത്രമായിരിക്കും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതും. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ. സോ ബേസിക്കലി നിങ്ങൾക്ക് ഇതേവരെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എത്രയും പെട്ടെന്ന് മെസ്സേജ് അയയ്ക്കുക. ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും, എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ നമുക്ക് ഇന്നും വീണ്ടും നമ്മളുടെ ഓൾ ടൈം ഹൈ ഓഫ് ഗോൾഡ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇതെങ്ങോട്ടാണ് പോകുന്നതെന്ന് ആക്ച്വലി എനിക്ക് അറിയില്ല. 5993 വരെ മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. മാർക്കറ്റ് എന്നിട്ട് താഴോട്ട് പോകുമോ അതോ മുകളിലോട്ട് പോകുമോ എന്നൊന്നും നമുക്കറിയില്ല. ഉറപ്പായിട്ട് ഒരു കറക്ഷൻ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ച് നമ്മളെല്ലാവരും നിൽക്കുന്നു, അല്ലേ? ഓക്കെ, സോ എന്നാലും നമുക്ക് നമ്മളുടെ ഫണ്ടമെൻ്റൽ സൈഡിലോട്ട് തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞു പോകാം. ഫണ്ടമെൻ്റൽ സൈഡിൽ നിന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ടിട്ട് തന്നെ നമുക്ക് ഈ ആഴ്ചത്തെ എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ഫണ്ടമെൻ്റൽസിലോട്ട് ഫസ്റ്റ് ഓഫ് ഓൾ പോകാം. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് ഒരുപാട് പൊളിറ്റിക്കൽ സീൻസ് നടക്കുന്നുണ്ട്. സോ അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പറഞ്ഞു പോവുകയും ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇന്ന് എന്താ പറയുക, നമുക്ക് ഇന്ന് നമ്മളുടെ ഇന്നത്തെ ദിവസത്തെ പൊളിറ്റിക്കൽ സൈഡിൽ നിന്നുള്ള ഇമ്പോർട്ടൻസ് ജസ്റ്റ് ഞാൻ പറയാം. കാരണം ഇന്ന് റിപ്പബ്ലിക് ഡേ ആണ്, അല്ലേ? സോ റിപ്പബ്ലിക് ഡേ പ്രമാണിച്ച് നിങ്ങളെല്ലാവരും ന്യൂസിൽ കണ്ടിട്ടുണ്ടാവും. യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും തമ്മിലുള്ളൊരു വ്യാപാര ബന്ധത്തിനെ കുറിച്ച് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, അല്ലേ? സോ ആ ഒരു വ്യാപാര ബന്ധം അത് എങ്ങനെയായിരിക്കും, ആ ട്രേഡ് ഡീൽസ് വരിക എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇന്ന് അറിയാനായിട്ട് സാധിക്കും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. സോ അത് വേൾഡിൽ തന്നെ ഒരു ഷിഫ്റ്റിലോട്ട് പോകുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ ദിവസം മനസ്സിലാക്കേണ്ടതായിട്ടിരിക്കുന്നു. അത് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് US വലിയൊരു അടിയായി തീരും എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കേണ്ട ഒരു കാര്യം കൂടെയാണ്. സോ അതേപോലെ തന്നെ നമ്മളുടെ ഡാവോസിൽ നടന്ന വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ മീറ്റിങ്ങിൽ കനേഡിയൻ പ്രസിഡൻറ്റ് ശക്തമായിട്ട് പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും അത് ട്രംപിനെ ശക്തമായിട്ട് വിമർശിക്കുകയുണ്ടായി. സോ ആ ഒരു വിമർശനം പേരെടുത്ത് പറഞ്ഞില്ല എങ്കിലും അത് വേൾഡിലുള്ള എല്ലാ രാജ്യങ്ങളും സെൽഫ് കേപ്പബിൾ ആവണം, അല്ലെങ്കിൽ ഒരു പവർഫുൾ രാജ്യത്തിൻ്റെ കൂടെ സൈഡ് ലൈനായിട്ട് നിൽക്കരുത് ഇനി മുതലെങ്കിലും എന്നൊക്കെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മളുടെ കനേഡിയൻ പ്രസിഡൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ നല്ല രീതിയിൽ അത് ബേസിക്കലി രാജ്യങ്ങളെല്ലാം ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഒരു രാജ്യത്തിൻ്റെ സൈഡ് ലൈനായിട്ട് നിൽക്കാൻ പാടില്ല, അങ്ങനെ നിന്നാൽ ഇങ്ങനെയാകും എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാകും, അല്ലേ? പ്രത്യേകിച്ച് ഇത് US ഈ ഒരു പ്രസംഗത്തിന് ശേഷം ആക്ച്വലി ആൾക്കാർ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു എന്നുള്ളതാണ്. ലീഡേഴ്സായിട്ടുള്ള പല രാജ്യങ്ങളിലെയും ആൾക്കാർ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അതായത് US ആ ഒരു സപ്പോർട്ടാണ് അതിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്, കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു സപ്പോർട്ട്, അല്ലേ? സോ ബേസിക്കലി ഈ രണ്ട് കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുകയാണ്. അതെല്ലാം നമ്മളുടെ ഗോൾഡിലാണ് അതിനകത്തുള്ള എല്ലാ പ്രഷറുകളും ഉണ്ടാവുന്നത് എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, സോ എന്താ പറയുക, ഉറപ്പായിട്ടും നമ്മുടെ US സെഷന് എന്തെങ്കിലും പല രീതിയിലുള്ള
എന്താ പറയുക, വലിയ വോളറ്റാലിറ്റി നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ കലണ്ടർ ബേസ് ചെയ്തിട്ട് പോകുമ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം ഭയങ്കരമായിട്ടുള്ള ന്യൂസുകളൊന്നും തന്നെ നമുക്ക് എടുത്തു പറയാനായിട്ടില്ല. പക്ഷേ നാളെ നമുക്ക് ADP വീക്ക്ലി എംപ്ലോയ്മെൻറ്റ് ചേഞ്ചിൻ്റെ ന്യൂസ് വരുന്നുണ്ട്. ഓക്കെ, ബാങ്ക് ഓഫ് ജപ്പാൻ കോർ CPI വരുന്നുണ്ട്. രാവിലെ 10 മണിക്ക് 10:30 അതിൻ്റെ ന്യൂസ് വരുന്നത് ഇന്ത്യൻ ടൈമിങ്. CB കൺസ്യൂമർ കോൺഫിഡൻസ് രാത്രി 8:30 മണിക്ക് വരുന്നുണ്ട്. അത് US നിന്ന് വരുന്ന ഡയറക്റ്റ്ലി വരുന്ന ന്യൂസ് ആയതുകൊണ്ടിട്ട് തന്നെ ഉറപ്പായിട്ടും അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കി കാണുകയും ചെയ്യണം. നമുക്ക് നാളെ പ്രസിഡൻറ്റ് ട്രംപിൻ്റെ സ്പീച്ചും ഉണ്ട്. ഓക്കെ, സോ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കിക്കാണണം. സോ നാളത്തെ പ്രസിഡൻറ്റ് ട്രംപിൻ്റെ സ്പീച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ അത് പർട്ടിക്കുലർലി ഒരു ടൈം കൊടുത്തിട്ടില്ല. 1:30ക്കും 7:30ക്കും ഇടയ്ക്കാണ്. എനിക്ക് തോന്നുന്നു ഒരു 6 മണി US സെഷനൊക്കെ ഓപ്പൺ ആവുന്ന സമയത്തായിരിക്കും, ഒരു 6 മണിക്കൊക്കെ ആയിരിക്കാം ഈ ഒരു ന്യൂസ് വരുന്നത്. അതിനുശേഷം കൺസ്യൂമർ കോൺഫിഡൻസ് ഇൻഡെക്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഈ ആഴ്ചത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ബുധനാഴ്ച അല്ല കേട്ടോ, ഞാൻ ബുധനാഴ്ചയാണെന്ന് വിചാരിച്ചു. ഓക്കെ, നമുക്ക് മറ്റന്നാളും വലിയ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകളൊന്നും തന്നെ ഇല്ല. എല്ലാ ബുധനാഴ്ചയും വരുന്നത് പോലെ ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ചിൻ്റെ ന്യൂസ് വരുന്നുണ്ട്. ഓക്കെ, രാത്രി 9 മണിക്കാണ് ക്രൂഡ് ഓയിലിൻ്റെ ന്യൂസ് വരുന്നത്. അതിൻ്റെ പിറ്റേന്ന് നമുക്ക് നമ്മളുടെ എന്താ പറയുക, സോ അതിൻ്റെ പിറ്റേന്നല്ല, ബുധനാഴ്ച എനിക്ക് എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇന്ത്യയിലാണുള്ളത്. സോ എനിക്ക് ടൈമിംഗ് അങ്ങോട്ട് ആക്ച്വലി കറക്റ്റ് ആവുന്നില്ല. എനിക്ക് UK വെച്ചിട്ട് നോക്കാൻ നേരത്ത് ഇന്ന സമയത്താണ് ഈ ന്യൂസുകളെല്ലാം വരുന്നതെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയാവുന്നതുകൊണ്ട് എനിക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഇവിടെ വെച്ച് എനിക്ക് മനസ്സിലാവുന്നില്ല ആക്ച്വലി ഈ ന്യൂസ്. കാരണം ബുധനാഴ്ചയാണ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ UK വരുന്നത്, രാത്രി 7 മണിക്കാണ്. ഓക്കെ, സോ ഇവിടെ വ്യാഴാഴ്ച രാവിലെ 12:30 AM, അതായത് ബുധനാഴ്ച അത് രാത്രി 12:30ക്കാണ് നമ്മുടെ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്. നമുക്കറിയാം ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റിനെക്കാട്ടിലും ഇമ്പോർട്ടൻറ്റ് FOMC പ്രസ് കോൺഫറൻസ് ആണ് എന്നുള്ളൊരു കാര്യം നമുക്കറിയാം അല്ലേ. സോ അതിനകത്ത് നമ്മുടെ ഫെഡ് ചെയർ പവലുമായിട്ടുള്ള വിഷയം അത് ഭയങ്കരമായി കടുത്തുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കെതിരെ കേസുകളും കാര്യങ്ങളും ഒക്കെ ഡൊണാൾഡ് ട്രംപ് പുള്ളിക്കാരനെ ജയിലിലാക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, സോ അതിൻ്റെയൊക്കെ എന്താണ് വരാൻ പോകുന്നത്, ഫെഡ് ചെയർ പവൽ എന്താണ് സ്പീച്ചിൽ പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് എന്തായിരിക്കും, അതിനകത്ത് ഫോർകാസ്റ്റിലും പ്രീവിയസിലും ഒരു വ്യത്യാസവും ഇല്ല. അതുകൊണ്ടിട്ട് തന്നെ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള പോസിബിലിറ്റിയും വളരെ കുറവാണ്. കാരണം കഴിഞ്ഞ വട്ടം മാറ്റിയിട്ടുണ്ടായിരുന്നു. സോ ഒരു വട്ടം മാറ്റിക്കഴിഞ്ഞാൽ ഒരു 6 മാസമെങ്കിലും കഴിഞ്ഞിട്ടേ വീണ്ടും എന്താ പറയുക നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാറുള്ളൂ അല്ലെങ്കിൽ കൂട്ടാറുള്ളൂ. ഓക്കെ, സോ അങ്ങനെ വരുമ്പോൾ അങ്ങനെ ഒരു ചാൻസസ് വളരെ കുറവാണ്. സോ FOMC പ്രസ് കോൺഫറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിക്കാണുക. ബുധനാഴ്ച വൈകുന്നേരത്തിന് മുന്നേ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ ബുധനാഴ്ച നമുക്ക് പ്രത്യേകിച്ച് ന്യൂസുകളൊന്നും തന്നെ രാവിലെ മുതൽ ഇല്ലെങ്കിലും രാത്രി എന്താ പറയുക ഇന്ത്യൻ ടൈമിംഗ് 12:30 മണിക്ക് UK ആൾക്കാർ രാത്രി 7 മണിക്കാണ് ഇത് നോക്കേണ്ടത് കേട്ടോ. ഓക്കെ, സോ അല്ലെങ്കിൽ വേൾഡിലുള്ള പല സ്ഥലങ്ങളിലുള്ള ആൾക്കാർ അവരുടേതായ എക്കണോമിക് കലണ്ടർ നോക്കി പോവുകയും ചെയ്യുക. ഇതാണ് ഈ ആഴ്ചത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, രാത്രി 7 മണിക്ക് നമുക്ക് അൺഎംപ്ലോയ്മെൻറ്റ് ക്ലെയിമിൻ്റെ ന്യൂസ്, അതായത് നമ്മുടെ US നിന്ന് വരുന്ന അൺഎംപ്ലോയ്മെൻറ്റ് ക്ലെയിം ന്യൂസ് വരുന്നുണ്ട് വ്യാഴാഴ്ച. അതും വളരെ ഇമ്പോർട്ടൻ്റ് ഒരു വോളറ്റാലിറ്റി ഉണ്ടാക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളൊരു ന്യൂസ് കൂടെയാണ്. ഓക്കെ, നമുക്ക് പിന്നീട് വെള്ളിയാഴ്ച നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് JPYയിൽ നിന്ന് രാവിലെ തന്നെ കുറച്ച് ന്യൂസുകൾ വരുന്നുണ്ട്. റീറ്റെയിൽ സെയിൽസിൻ്റെയൊക്കെ ന്യൂസ് 5:20 വരുന്നുണ്ട്. ഓക്കെ, അത് നമ്മൾ നോക്കിക്കാണുക. ഓക്കെ, യൂറോസോണിൽ നിന്ന് ജർമ്മനിയിൽ നിന്ന് ന്യൂസ് വരുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം നമുക്ക് രാത്രിയിൽ കോർ PPIയുടെ ന്യൂസ് വരുന്നുണ്ട്. അത് PPIയുടെ ന്യൂസ് ഭയങ്കര വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, എന്നിരുന്നാലും ഒരു വോളറ്റാലിറ്റിയൊക്കെ ഉണ്ടാക്കാനായിട്ട് പോസിബിലിറ്റി ഉള്ളൊരു ന്യൂസ് ആണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. സോ നമ്മൾ മാറി നിൽക്കേണ്ട ദിവസം വ്യാഴാഴ്ച രാത്രി ഇന്ത്യൻ ടൈമിംഗ് ഒരു 7 മണിക്ക് മുന്നേ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളൊരു കാര്യമാണ്. കാരണം 12:30 മണിക്ക് നമുക്ക് FOMC പ്രസ് മീറ്റ് ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റും അതിനെ സംബന്ധിച്ചിട്ടുള്ള FOMC പ്രസ് കോൺഫറൻസും വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി വേണം നമ്മൾ ട്രേഡ് എടുത്ത് പോകാനായിട്ട്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്. നമ്മൾ ടെക്നിക്കൽ സൈഡിലോട്ട് വരുമ്പോൾ നമ്മളുടെ ടെക്നിക്കൽ സൈഡിൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ USD JPYയിലോട്ട് വരാം. USD JPY
പല ആൾക്കാരും എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു 158 159 മാർക്കറ്റ് നിന്ന് വെള്ളിയാഴ്ചയിൽ നിന്ന് 154 വീണുപോയി മാർക്കറ്റ് അല്ലേ. ഒറ്റ ദിവസം കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. അത് എന്തുകൊണ്ടാണ്? ബേസിക്കലി വെള്ളിയാഴ്ച വലിയൊരു കാര്യം നമ്മുടെ ജപ്പാനിൽ നടന്നിട്ടുണ്ടായിരുന്നു. ജപ്പാൻ പാർലമെൻറ്റ് ഡിസോൾവ് ചെയ്തു. ഓക്കെ, 2023 പാർലമെൻറ്റ് ഡിസോൾവ് ചെയ്തു. അവിടെ പാർലമെൻറ്റ് ഡിസോൾവ് ചെയ്തതിൻ്റെ റീസൺ പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല. റീ എലക്ഷൻ നടക്കും അവിടെ. പുതിയ പ്രൈം മിനിസ്റ്ററിനെ കണ്ടെത്തുകയും ചെയ്യും. സോ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു റീ എലക്ഷൻ, ഈ ഒരു നമ്മുടെ അവരുടെ പാർലമെൻറ്റ് പിരിച്ചുവിട്ടത്. ഓക്കെ, സോ അതൊരു US-ൻ്റെ ഷട്ട് ഡൗൺ ചെയ്തതുപോലെ ഉള്ളൊരു ഇഷ്യൂ ഒന്നും അല്ല അത് ഫെബ്രുവരി 8 ഇലക്ഷൻ നടക്കാനായിട്ട് പോകുന്നത്. സോ അതുവരെ ഒരു അൺസർട്ടൺ സിറ്റുവേഷൻ ആയിരിക്കും നമ്മളുടെ USD JPYയിൽ. ഓക്കെ, സോ ഇന്ന് എൻ്റെ അടുത്ത് USD JPYയിൽ എന്തെങ്കിലും ചെയ്യണോ എന്ന് ചോദിച്ചാൽ എനിക്ക് പ്രത്യേകിച്ച് യാതൊരു ഐഡിയയും ഇല്ല എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. കാരണം ഇനിയും താഴോട്ട് പോകുമോ എന്നുള്ളൊരു കാര്യം എനിക്കറിയില്ല. ഓക്കെ, സോ 152 ആണ് മേജറായിട്ടുള്ളൊരു സപ്പോർട്ട്. നമുക്ക് 152 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ 152 എന്ന് പറയുന്ന ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോകത്തില്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അങ്ങനെ താഴോട്ട് പോയില്ല എങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് 152 അവിടെ നിന്നുള്ളൊരു ബൈ ആണ് സേഫ് ആയിട്ടുള്ളൊരു എൻട്രി എന്നുള്ളതാണ് എനിക്ക് നിങ്ങളടുത്ത് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ USD JPY 152 അവിടെ കിട്ടിയാൽ ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. ഇന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇന്ന് നമുക്ക് വെയിറ്റ് ചെയ്ത് നമുക്ക് നാളെ ഒരു തീരുമാനം എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ 152 ഇന്ന് നമുക്ക് അവസാനിക്കുന്നത് 154 മുകളിലും നാളെ രാവിലെ ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്ക് 154 മുകളിലുമാണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ബൈ ചെയ്യാം. ഇല്ലാത്ത പക്ഷം മാർക്കറ്റ് താഴെ വീണ് കിട്ടി 152 കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്നും നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. സ്റ്റോപ്പ് ലോസ് നിങ്ങൾക്ക് അറിയാം എന്ന് വിശ്വസിക്കുന്നു. 154 അവിടെ ബൈ ചെയ്യുന്ന ആൾക്കാർ 153.40 താഴെ സ്റ്റോപ്പ് ലോസ് വെക്കുക. 152 അവിടെ ബൈ ചെയ്യുന്ന ആൾക്കാർ 151.40 താഴെ സ്റ്റോപ്പ് ലോസ് വെച്ച് മുന്നോട്ട് പോവുക. 1:1.5 റേഷ്യോയിൽ ടേക്ക് പ്രോഫിറ്റും എടുത്ത് പോവുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ നേരെ നമ്മളുടെ യൂറോയിലോട്ട് പോകുമ്പോൾ യൂറോ നല്ല ഒരു മുകളിലോട്ട് 1.1800 അവിടുന്ന് സെല്ലെടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എടുത്തിട്ടുള്ള എല്ലാ ആൾക്കാരുടെയും സ്റ്റോപ്പ് ലോസ് അടിച്ച് പോയിട്ടുണ്ടാവും. ഓക്കെ, സോ ഉറപ്പായിട്ടും സ്വാഭാവികമായിട്ടും നമ്മൾ കുറച്ച് ഒരു 10 ഓപ്പർച്യൂണിറ്റിയിലൊക്കെ ഒരു 2-3 സ്റ്റോപ്പ് ലോസ് അടിച്ച് പോകും. അത് സ്വാഭാവികം തന്നെയാണ്. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് എന്ത് എന്ന് ചോദിച്ചാൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു ഐഡിയ ഇല്ല. സോ യൂറോപ്പിലെ എന്താ പറയുക, നമുക്ക് ഇന്നത്തെ ദിവസം കഴിഞ്ഞിട്ടൊരു തീരുമാനം എടുക്കുന്നതായിരിക്കും ബെറ്റർ. മാത്രമല്ല ഒരുപാട് അൺസർട്ടനിറ്റീസ് ഇപ്പോൾ നടക്കുന്ന അത് കൊണ്ടിട്ട് തന്നെ നമുക്ക് പയ്യെ ഒരു തീരുമാനമെടുത്ത് പോവുകയും ചെയ്യാം നമുക്ക് USDയിൽ. ഓക്കെ, യൂറോയിൽ ഇപ്പം പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതെന്ന് തന്നെയാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ GBPയിൽ നമുക്ക് GBP അത്യാവശ്യം നല്ല രീതിയിൽ മുകളിലോട്ട് പോയിട്ടുണ്ട്. 1.36621 നിൽക്കുന്നു മാർക്കറ്റ്. ഓക്കെ, സോ നമുക്ക് അടുത്ത റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1.3800 ആണ്. ഓക്കെ, സോ 1.3800 അവിടെ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ സെല്ല് ചെയ്ത് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. 1.3800 അവിടെ സെല്ല് ചെയ്യുന്ന ആൾക്കാർ 1.3800 അവിടെ സെല്ല് ചെയ്യുന്ന ആൾക്കാർ 1.3860 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം. അത് നിർബന്ധമായിട്ടും വെച്ച് പോവുകയും ചെയ്യണം. സെൽ സൈഡിൽ ഒരിക്കലും ഞാൻ GBP പറയാത്തതാണ്, പക്ഷേ അവിടെ നിന്ന് വേണമെങ്കിൽ ചെയ്ത് പോവുകയും ചെയ്യാം. സോ അങ്ങനെ വന്നതിന് ശേഷം മാർക്കറ്റ് ഒന്ന് താഴെ വീണ് കിട്ടിയാൽ 1.3300 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് വീണ്ടും നമുക്ക് GBP ബൈ ചെയ്ത് പോകുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ നേരെ നമ്മളുടെ ഗോൾഡിലോട്ട് വരുമ്പം 5073 മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത്. സോ നമുക്കിന്ന് ഗോൾഡിനകത്തൊരു അവസരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് US സെഷന് മുന്നേ ആയിട്ടുള്ളൊരു അവസരമാണ്. US സെഷന് ശേഷം നമ്മളത് എടുക്കാതിരിക്കുക. 5045-50 റേഞ്ചിൽ കിട്ടിക്കഴിഞ്ഞാൽ 5040 താഴെ സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് നമുക്ക് ഒരു 5080 വരെയുള്ള ടാർഗറ്റ് വെച്ചിട്ടൊരു ബൈ എൻട്രി എടുക്കാം. 5045 അവിടെ നിന്നൊക്കെ ബൈ എൻട്രി എടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഓക്കെ, വൈഡൻ ചെയ്ത് സ്റ്റോപ്പ് ലോസ് വെക്കണം എന്നുള്ള ആൾക്കാർക്ക് ഒരു $20-25 സ്റ്റോപ്പ് ലോസ് വെക്കാം. അതിനകത്ത് യാതൊരു കുഴപ്പമില്ല. ഓക്കെ, 5040-45 റേഞ്ചിൽ നമുക്ക് ബൈ ചെയ്യാം. $20-25 സ്റ്റോപ്പ് ലോസ് വെക്കുക. 5080 അവിടെ ടേക്ക് പ്രോഫിറ്റ് വെച്ച് മുന്നോട്ട് പോവുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക്
പറഞ്ഞു പോകാനായിട്ടുള്ളത്. സോ അത് മാത്രമല്ല, പല ആൾക്കാരും എൻ്റെ അടുത്ത് ഏത് ബ്രോക്കറാണ് യൂസ് ചെയ്യുന്നതെന്ന് എന്നുള്ള കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇപ്പം ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രോക്കറാണ്. സോ സ്റ്റാർ ട്രേഡറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ എന്താ പറയുക, നമ്മളുടെ എല്ലാ റെഗുലേഷൻസും ഉള്ള ഒരു ബ്രോക്കറാണ്. UAE ബേസ് ചെയ്തിട്ടുള്ള റെഗുലേഷൻ, അതേപോലെ UK ബേസ് ചെയ്തിട്ടുള്ള റെഗുലേഷൻ, ASIC ഓസ്ട്രേലിയ ബേസ് ചെയ്തിട്ടുള്ള റെഗുലേഷൻസ് ഉള്ള ഒരു ബ്രോക്കറാണ് നമ്മുടെ സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ കമ്പനി ബോണസ് പ്രോഗ്രാം കൊടുക്കുന്നുണ്ട്. ബോണസ് പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആദ്യത്തെ $500 50% ബോണസാണ് കമ്പനി കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ടോട്ടൽ എത്രയാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതിൻ്റെ 20% ബോണസും കമ്പനി കൊടുക്കുന്നുമുണ്ട്. ഓക്കെ, സോ കമ്പനി ഒരുപാട് സ്പോൺസർഷിപ്പ് ചെയ്യുന്നുണ്ട്. NBA സ്പോൺസേഴ്സാണ്, അതേപോലെ തന്നെ UAE ക്രിക്കറ്റ് ടീമിൻ്റെ സ്പോൺസേഴ്സാണ്. ഓക്കെ, സോ നമ്മുടെ പ്രൊമോഷനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് നമ്മളുടെ ഡെപ്പോസിറ്റ് ബോണസ്, അതായത് ആദ്യത്തെ $500 50%, അതായത് ഒരു $1000 ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരാൾക്ക് $1350 ട്രേഡ് ചെയ്യാം. $350 എക്സ്ട്രാ കിട്ടുന്നത്. 10,000 ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഓൾമോസ്റ്റ് $2250 വരെ ബോണസായിട്ട് കിട്ടുന്നുണ്ട്. ഇന്ത്യൻ ക്ലയൻസിന്, യൂറോപ്യൻ ക്ലയൻസിനകത്ത് ആദ്യത്തെ 1000-ന് $1000 തന്നെയാണ് ഡെപ്പോസിറ്റ് ബോണസായിട്ട് കിട്ടുന്നത്. അതായത് 1000 ഇടുന്ന ഒരാൾക്ക് $2000 ട്രേഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഈ ഒരു ഡെപ്പോസിറ്റ് ബോണസ് നിങ്ങൾ എത്രയും പെട്ടെന്ന് എടുക്കുക. ഓക്കെ, സോ അത് മാർച്ച് 31 വരെയാണുള്ളത്. എത്രയും പെട്ടെന്ന് എടുത്ത് അത് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരു ലോങ്ങർ ടേമിൽ നല്ല രീതിയിലുള്ളൊരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാം. ബേസിക്കലി USD JPYയിലും അതേപോലെ തന്നെ നമ്മുടെ GBP USDയിലും ഒക്കെ നമുക്കൊരു ലോങ്ങർ ടേമിലോട്ടുള്ള എൻട്രി എടുക്കുകയും അത് ഈ ഒരു ബോണസ് കൊണ്ടിട്ട് നമ്മൾ അതെടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് നിങ്ങളടുത്ത് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ ഇത്രയൊക്കെയാണ് എനിക്ക് മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഉറപ്പായിട്ട് നമുക്ക് മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമുക്ക് നാളെ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.